സാർ, ഇപ്പോൾ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ CPM, കോൺഗ്രസ്, BJP, ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും അടുത്ത് വരാൻ പോകുന്ന തദ്ദേശ ഇലക്ഷന് മുന്നേ തന്നെ സംഘടനാപരമായിട്ട് ഒരുപാട് അവരെ പാർട്ടിയെ റിഫ്രഷ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമത്തിൽ നിൽക്കുവാണ്. അപ്പോൾ അതിൽ ഈ BJP ഇന്നിപ്പോൾ അവരുടെ സംഘടനാ തലത്തിൽ ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ഒരു വൻ പൊട്ടിത്തെറിയിലേക്കൊക്കെ യുവ നേതാവിനെ കൊണ്ടുവന്നതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ആണെങ്കിലും ഇവിടെ ഏറ്റവും വലിയൊരു പാർട്ടി എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന CPM-നെക്കാളും സംഘടനാപരമായി കുറച്ചെങ്കിലും അച്ചടക്കം BJPക്ക് ഉണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുന്നുണ്ട്. സാറിന് എന്ത് തോന്നുന്നു? ഞാൻ BJP-കാരനുമല്ല, RSSന്റെ ആരാധകനുമല്ല, ഒന്നുമല്ല. എന്നാലും നിഷ്പക്ഷമായിട്ട് എനിക്ക് തോന്നിയതാണ്. സാറിന് എന്ത് തോന്നുന്നു? അതായത് ഇന്ന് നടന്ന അവരുടെ ജില്ലാ പ്രസിഡന്റ് അല്ല, സംഘടന ജില്ലയിലെ പ്രസിഡന്റുമാർ, അതെ, ആ തെരഞ്ഞെടുപ്പിൽ അവരിന്ന് പറഞ്ഞ സമയത്ത് തന്നെ അത്തരം ആളുകളെ നിയമിക്കുകയുണ്ടായി. അതെ, അതിൽ ഏറ്റവും വിശേഷതയുള്ള 4 വനിതാ പ്രസിഡന്റുമാർ വരുന്നു എന്നുള്ളതും 3 ക്രിസ്ത്യൻ പ്രസിഡന്റുമാർ വരുന്നുള്ളതും 2 പട്ടികജാതി വർഗത്തിൽ നിന്നുള്ള പ്രസിഡന്റുമാർ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ചെറുപ്പക്കാരായ ധാരാളം ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 3-4 പേരെ 40 വയസ്സിനുള്ള താഴെയുള്ള അപ്പം അവര് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ പ്ലാനിങ് പ്രവർത്തനങ്ങളോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ തെരഞ്ഞെടുപ്പൊക്കെ ഭംഗിയായി നടന്നു. ഒരു പാർട്ടി എന്ന നിലയിൽ അവരെ താഴെത്തട്ടിൽ തുടങ്ങി മുകളിൽ വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഒറ്റ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഒരു അടിച്ചേൽപ്പിക്കലാണ് ഇപ്പോൾ ഉള്ളത്. മുകളിൽ നിന്നുള്ള ലിസ്റ്റ് പ്രകാരം അവരും ഇതേപോലെ അടിച്ചേൽപ്പിക്കുകയാണ്. ആ അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിൽ പ്രാതിനിധ്യം കൊടുക്കുന്നത്, ഇപ്പം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ അർഹതപ്പെട്ട സാറ് പറയുന്നത് BJP അടിച്ചേൽപ്പിക്കുന്നു എന്നാണ്. മുകളിൽ നിന്ന് കൊടുത്ത ലിസ്റ്റാണല്ലോ ഇപ്പം വന്നിരിക്കുന്നത്. മുകളിൽ എന്ന് പറഞ്ഞാൽ അവർ കൂട്ടായ ചർച്ചയിലൂടെ തന്നെ ആയിരിക്കും. അല്ല, അവരെ തെരഞ്ഞെടുപ്പ് വോട്ടിലൂടെ എടുക്കേണ്ട. അവർ പോയി കണ്ടു, കുറച്ച് നേതാക്കളെയൊക്കെ കണ്ടിട്ടാണ് ഫിൽട്ടർ ചെയ്തവർ വന്നത്. അല്ല, അതെ, മുകളിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അംഗീകാരം കൊടുത്ത ലിസ്റ്റാണത്. അതുപോലെ തന്നെ CPM-ൽ മുകളിൽ നിന്ന് തന്നെ മാർക്സിസ്റ്റ് പാർട്ടി പുറച്ചിൽ എന്താണ് തെരഞ്ഞെടുക്കുന്ന അവരെ മീറ്റിംഗ് നടന്നു, താഴെ തട്ടില് എല്ലാവരും കൂടെ അംഗീകരിച്ച് ഏകകണ്ഠമായി തെരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ജയിച്ച ശേഷം പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അതുവരെ ആരാണ് മന്ത്രിമാരെന്ന് പറഞ്ഞിരുന്നില്ല. അവസാനം ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ അപ്പോഴാണ് അറിയുന്നത് ശൈല ടീച്ചർ അടക്കം വെട്ടിമാറ്റി എന്നുള്ളത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ എന്താണോ നിശ്ചയിക്കുന്നത് അതാണ് ഫൈനൽ. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനപ്പുറം പോകാൻ പാടില്ല. ഈ പാർട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൺട്രോളിൽ മാത്രം പോകുന്ന ഒരു ചലിക്കുന്ന ഒരു സാധനം മാത്രമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ മകളും ഈ പല കേസുകളിലും പ്രതിയാകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം. അതിൽ ലാവ്ലിൻ കേസായാലും അതേപോലെ നമ്മുടെ കരിമണൽ കർത്തയുടെ കൃത്യമായി തെളിവുകൾ SFIO എന്ന് പറയുന്ന അന്വേഷണത്തിന്റെ കേസിൽ ഇവർ 2 പേരും കൃത്യമായി പ്രതികളാവുന്ന രൂപത്തിലെത്തിയിട്ടുണ്ട്. അതേപോലെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, സ്പ്രിംഗ്ലർ വിവാദം, അങ്ങനെ തുടങ്ങി ഒത്തിരി തട്ടിപ്പുകളാണ്. ഇതിലൊക്കെ തന്നെ എല്ലാം പിണറായി വിജയനോ മകനോ ഭാര്യയോ ഒക്കെ കുടുങ്ങാൻ പറ്റുന്നതാണ്. ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അദ്ദേഹം സെറ്റിൽഡ് ആണ്. ഇനി അദ്ദേഹത്തിന് ഇവിടെ നിൽക്കണമെന്നോ പാർട്ടിയിൽ നിന്നാവണമെന്നോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പാർട്ടിയെ ഈ രൂപത്തിൽ നിലനിർത്തിയും കൊണ്ട് അവരുടെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് അണികൾക്ക് യാതൊരു സംതൃപ്തിയും കൊടുക്കാതെ നിൽക്കുന്നൊരവസ്ഥയിൽ പാർട്ടിയെ ഘട്ടം ഘട്ടമായി BJP ലയിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മുകളിൽ നിന്ന് പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത്. ധാരണ അതാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഘട്ടം ഘട്ടമായി BJPയിലേക്ക് ലയിപ്പിക്കുക, അതിൽ അണികളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് BJP കൊടുത്ത നിർദ്ദേശം. എന്നിട്ട് അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെടുക, എവിടേക്ക്? ഈ വിദേശത്തെ. അതോ ഈ പാർട്ടി പൂർണ്ണമായിട്ട് നശിപ്പിക്കുക? പാർട്ടി എന്നുള്ള സാധനത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് BJPയുടെ ആവശ്യം BJPയിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ്. BJPയിലേക്ക് അണികളെ എത്തിക്കാനുള്ള തന്ത്രമാണ് പിണറായി വിജയൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലൊക്കെ തെരഞ്ഞെടുത്ത സംഭവങ്ങൾ നോക്കി എവിടെയാ വനിതാ പ്രസിഡന്റുമാരുടെ വനിതകളെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര വനിതാ പ്രസിഡന്റുമാരുണ്ട്? അല്ല, കാന്തപുരം കഴിഞ്ഞ ദിവസം സാറേ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അവരുടെ ആ ഒരു വ്യായാമം ഉണ്ടല്ലോ, ആ വ്യായാമത്തില് മെക്കില് ഒരുമിച്ച് സ്ത്രീകൾ നിൽക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ പിന്നെ ഇവിടെ എല്ലാവരും കൂടെ അങ്ങ് വിമർശിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എത്ര നേതാക്കൾ കേവലം ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പോലും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ഥാനത്ത് ജില്ലാ സെക്രട്ടറിമാരായിട്ട് ഇത്രയും സ്ത്രീകളെ കണ്ടെത്തിയത് അത്
എന്ത് വന്നാലും അതൊരു ഇത് തന്നെയല്ലേ സാർ എടുത്തു പറയേണ്ടത്? തീർച്ചയായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ഇടയിൽ വലിയ അതിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകമായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. കാരണം മറ്റു പാർട്ടികൾ ഇത്രത്തോളം ശക്തമായ രൂപത്തിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, പറച്ചിന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിൽ പോലും അതുണ്ടെന്ന് സംശയമുണ്ട്. കോൺഗ്രസിൽ കുറേയൊക്കെ ഉണ്ടെങ്കിലും ബിന്ദു കൃഷ്ണയെ പോലെയുള്ള ഒന്ന് രണ്ട് പേര് പ്രസിഡന്റ് പോലെ ഉണ്ട്. ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള ഉണ്ട്. ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്നത് ബിന്ദു കൃഷ്ണ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. പ്രസിഡന്റാണ്. അതൊരു പ്രധാന ഘടകമാണ്. അതേസമയത്ത് CPM-ൽ അങ്ങനെ ഒരാളില്ല. അല്ല സാർ, ഇപ്പൊ ശൈലജയുടെ കേസിലെ ഇപ്പൊ KK ശൈലജ എന്ന CPM-കാരി ഇപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയല്ല സാർ അവർ ഈ പറയുന്ന PP കിറ്റ് വിവാദം, അത് പിണറായി വിജയൻ അടങ്ങുന്ന ഒരു ഗൂഢസംഘത്തിന്റെ ഒരു കരുനീക്കമല്ല. അവരുടെ പേര് സ്ഥാനാർത്ഥി, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും വരാൻ പാടില്ല എന്നതല്ലേ സാർ? ആ കാഫിർ പ്രയോഗം മുതൽ തന്നെ അവരെ കരുതേച്ചു കൊണ്ടിരിക്കുകയല്ലേ? അല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നാളത്തേക്ക് എതിർപ്പുണ്ടാകാവുന്ന അല്ലെ മരുമകൻ മുഖ്യമന്ത്രി ആകാൻ എവിടെയും തടസ്സമുണ്ടാകാം, അതൊക്കെ തടസ്സമുണ്ടാകാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിമാറ്റി പോകുന്ന അത് ഒരിക്കലും ഈ കേരളത്തിൽ സംഭവിക്കില്ല. അത് വേറെ പ്രശ്നം. പക്ഷെ അദ്ദേഹം ആദ്യഘട്ടത്തിൽ വിജയിച്ചല്ലോ. അദ്ദേഹം ശൈലജ ടീച്ചറെ വെട്ടിമാറ്റിയില്ലേ, സുധാകരനെ വെട്ടിമാറ്റിയില്ലേ, EP ജയരാജനെ വെട്ടിമാറ്റിയില്ലേ, AK ബാലനെ വെട്ടിമാറ്റിയില്ലേ. അങ്ങനെ സമുന്നതരായ നേതാക്കന്മാരെയൊക്കെ വെട്ടിമാറ്റിയിട്ട് പിണറായി വിജയന്റെ കീഴിലുള്ള താഴെക്കടയുള്ള കുറേ ആൾക്കാരല്ലേ, വീണ ജോർജിനെ പോലെയുള്ള കുഴലൂത്തുകാരികളല്ലേ. കുഴലൂത്ത് പറഞ്ഞാൽ പിണറായി വിജയൻ നമഹ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ. അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണോ സാറേ? അല്ല, കമ്മ്യൂണിസവുമായി ബന്ധമില്ലെങ്കിലും പിണറായി വിജയൻ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനാണെന്ന് പ്രകീർത്തിച്ചാൽ നിലനിൽക്കാൻ വേണ്ടി. അതെ, നിലനിൽക്കാൻ. അങ്ങനെയാണല്ലോ നമ്മുടെ വീണ ജോർജ്. തീർച്ചയായിട്ടും. എന്താണ് അവിടെ 10 വോട്ടുള്ളതാണ്, പിന്നെ പത്തനംതിട്ട ജയിക്കാനും എന്താണ് അവർ പറഞ്ഞത്? കപ്പലിലെ കപ്പിത്താൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ആടി ഉലഞ്ഞാലും പ്രശ്നമല്ല, കപ്പിത്താൻ കൊണ്ടടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അതേപോലുള്ള അങ്ങനെ വിളിച്ചു പറഞ്ഞ് പിണറായി വിജയനെ പ്രകീർത്തിച്ച് മഹാനാണ്, ദൈവമാണ്, കാരണഭൂതനാണെന്ന് പറഞ്ഞ ആൾക്കാരെയാണല്ലോ പിണറായി വിജയന് വേണ്ടത്. അല്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരല്ലല്ലോ. പിണറായി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ ബൂർഷാസിയായി മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ ആസ്തിയുണ്ട്, വിദേശത്ത് ഫണ്ടുണ്ട്. അതിനുള്ള തെളിവുകൾ എൻ്റെ കൈവശമുണ്ടായിരുന്നതാണ്. അതാണ് പോലീസ് കടത്തിക്കൊണ്ടുപോയത്. സാറിന് അതിന്റെ ബാക്ക് ഫയലൊന്നും വേറെ സംഭവങ്ങൾ, അതായത് അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ചില ആളുകൾ കൈമാറിയ സമയത്ത് തന്നെ ഇവർ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും എന്നെ കള്ളക്കേസിൽ കൊടുക്കുകയും ഓഫീസ് റെയ്ഡ് ചെയ്യുകയും ഈ ഫയലടക്കം അവർ കടത്തിക്കൊണ്ടുപോകും. വേറെ ബാക്ക് ഫയലൊന്നും അത് അന്ന് ഞാൻ ED-ക്ക് കൊടുത്തിരുന്നു. ED എന്താ ചെയ്ത്? ED ഇവരുടെ തന്നെ എത്തിച്ചാണ്. ED എന്ത് ചെയ്തു? ED പിന്നെ എന്താ അന്വേഷണം നടത്തിയോ? അന്ന് ജഗപൊക കൂട്ടി. എന്തിനാ? പിണറായി വിജയനും ധാരണാകൃതിയായി വോട്ട് ചെയ്യിക്കണം. അന്ന് ഈ പിണറായി വിജയനുള്ള കാര്യങ്ങൾ ഇപ്പം നടക്കും എന്ന് പറഞ്ഞിട്ട് ജഗപൊക കൂട്ടി. പിന്നെ ED-നെ കണ്ടില്ല പിണറായി വിജയന്റെ കാര്യത്തിൽ. എവിടെ പോയി? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസില്ലേ? അല്ല, ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പിണറായി വിജയന്റെ 25,000 കോടിയുമായി ബന്ധപ്പെട്ട കേസിലും തെളിവ് കൊടുത്ത കേസിലും അവർ പിന്നെ യാതൊരു അനക്കില്ലല്ലോ. അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റുമായുള്ള ധാരണ പ്രകാരം അദ്ദേഹം BJP-യുടെ മുഖ്യമന്ത്രിയാണ്. സാർ, അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് തന്നെ നമുക്ക് വരാം, വീണ്ടും ഈ വിഷയത്തിലേക്ക്. അപ്പോൾ പാലക്കാട് അങ്ങനെ പറയുമ്പോൾ സാർ, ഇപ്പോൾ ഈ പറയുന്ന പോലെ പാലക്കാട് ഇപ്പോൾ ഒരു യുവാവിനെയാണ്, 35 വയസ്സുകാരനായ പ്രശാന്ത് ശിവനെയാണ്, അതും ഒരു പിന്നോക്കക്കാരൻ എന്നാണ് പറയുന്നത്, യുവാവിനെയാണ് അവർ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. ഈ CPM എന്ന പാർട്ടിക്ക് കൊഴിഞ്ഞാമ്പാറ പാലക്കാട് പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം മാറി നിൽക്കുവാണ്, ഒരു വിമതപക്ഷമാണ്. അതിനെയൊന്നും പാലക്കാട് സമ്മേളനത്തിൽ ആരൊന്നും പറഞ്ഞതുപോലുമില്ല. ശശിക്കെതിരെ ഒരു നടപടി പോലും ശരിക്കും വന്നില്ല. PK ശശിക്കെതിരെ ഒരു നടപടിയും വന്നില്ല. എന്തിന് ഈ ജില്ലാ സമ്മേളനങ്ങൾ നടത്തി? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ ഇവിടെ എറണാകുളത്ത് വന്ന് ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ എറണാകുളത്ത് CPM എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് അറിയാത്തവരാണ് പാർട്ടി മെമ്പർമാർ എന്നുകൂടി ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് പറയേണ്ടി വന്നത് ഗതികേടല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ചോദിക്കാനുള്ളൂ സാർ. അതായത് KR ഗൗരിയെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞു, സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞു, ഇപ്പോൾ ശൈലജ ടീച്ചർ ഇങ്ങനെ ഒന്ന് പൊങ്ങി വരികയാണ്. അപ്പോൾ ഇതിനല്ല, ഇപ്പോൾ ഈ സ്ത്രീപക്ഷം വേണം എന്നൊക്കെ പറയുന്ന ഈ CPM എന്ന് പറയുന്ന പാർട്ടി എന്താണ് ശരിക്കിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ 4 വനിതകളെ ജില്ലാ പ്രസിഡന്റ് ആക്കിയതിലൂടെ BJP അവരുടെ സംഘടന എന്താണ്? ശരിക്കും BJP RSS-ന്റെ ഇതും കൂടെ കേട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രശാന്ത് ശിവനെയൊക്കെ ആക്കിയിരിക്കുന്നത്. ഈ 4 സ്ത്രീകളെ പ്രസിഡന്റുമാരെ ആക്കിയിരിക്കുന്നതും വ്യക്തമായ ധാരണയോടെയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ CPM ശരിക്കും ചൂളിപ്പോവുകയല്ലേ? അതുകൂടെ പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ചൂളിപ്പോവാന്ന് പറയുന്ന സംഭവമൊന്നുമില്ല അവർക്ക്.
നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതിൽ പിന്നെ ആ പാർട്ടിയുടെ ആശയങ്ങളോ ഒന്നുമില്ല. ആമാശയം വീർപ്പിക്കാൻ വേണ്ടി കുറച്ച് നേതാക്കൾ, ആശയം എന്നേ പോയി, പ്രത്യയശാസ്ത്രം പോയി. പ്രത്യയശാസ്ത്രമൊക്കെ പോയിട്ട് കുറേ കാലമായി. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗോവിന്ദൻ എവിടെയെങ്കിലും വെറുതെ ഗീർവാണം അടിക്കുന്ന സംഭവം അല്ലാതെ വേറെ എന്താ ഉള്ളത്? ആമാശയം നിറക്കാനുള്ള ആമാശയം നിറക്കാനുള്ളതാണ് എല്ലാം തന്നെ. ഈ ഗോവിന്ദൻ അടക്കം എന്തിനാണ് ലണ്ടനിലും അതേപോലെ ഓസ്ട്രേലിയയും പോയത്? ഇല്ല, ഇപ്പം വ്യവസായ മന്ത്രി ഇവിടുന്ന് ഇപ്പൊ വിദേശ രാജ്യത്ത് പോയല്ലേ? എന്തിനാണ് പോണത്? ഇവർക്കുള്ള വിദേശത്തുള്ള ഫണ്ടുകൾ ഇവിടുന്ന് അവിടെ കച്ചവടം ചെയ്ത ഫണ്ടുകൾ അവിടെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ഗവൺമെന്റ് ചെലവിൽ. പിണറായി വിജയൻ അമേരിക്കയിലേക്ക് എന്തിനാ പോയത്? ഇനി ചികിത്സയ്ക്കും ആരും ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കും. അപ്പം ഈ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ സാറേ, ഇനി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് ചെല്ലണ്ടെന്ന് ട്രംപ് പറഞ്ഞു കഴിയുമ്പോൾ ഇനി ആരും ചെല്ലണ്ടെന്ന് പറഞ്ഞു. സാർ പറയണേ സാർ, ഞാനത് ഇടയ്ക്ക്. അപ്പം ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്കിലും ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ആപ്പാടുള്ള ഏകാധിപത്യം മാത്രമാണ്. പിണറായി വിജയൻ പറയുന്നു, പിണറായി വിജയനെ സിൽബന്ധികളായ ആളുകൾ കോടികൾ ഉണ്ടാക്കുന്നു, അതിങ്ങനെ പൂർണ്ണമായും അവർക്ക് പൈസയൊക്കെ ഉണ്ടായി കഴിഞ്ഞു, ഇനി പാർട്ടി തകർന്നാലെന്ത് തകർന്നില്ലെങ്കിൽ എന്ത്. അതേസമയത്ത് BJP വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു രംഗപ്രവേശമാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത എത്രയെങ്കിലും വർഷത്തിൽ അത് തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കം ഒഴുക്ക് ഉടനെ BJPയിലേക്ക് ഉണ്ടാകും എന്നുള്ള ഈ വിധത്തിൽ. കാര്യം അവർ സംഘടന വളരെ നല്ല സ്ട്രോങ് ആയിട്ട് സംഘടനാ പരിപാടികൾ പോകുന്നുണ്ട്. CPM-നേക്കാളും വളരെ ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഗ്രൂപ്പുകളൊന്നുമില്ല എങ്കിൽ BJP ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഗ്രൂപ്പുകൾക്ക് അതീതമായ തീരുമാനങ്ങൾ മേൽത്തട്ടിന്ന് വരികയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യും. പിന്നെ പാലക്കാട് ഇപ്പം എന്ത് ആയി തീരുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പാലക്കാട് ഇപ്പം 10-12 പേര് 15 പേര് ഇതിന് എതിർപ്പായി പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട്. അത് സന്ദീപ് വാര്യര്, പിന്നെ ഇപ്പൊ സുരേന്ദ്രൻ പറഞ്ഞ പോലെ പാലമരം വീണ എന്നൊരു പ്രയോഗം അങ്ങനെ പാലമരത്തിന് ചുവട്ടില് ചെകുത്താൻ, പാലമരത്തിൽ നിന്ന് ചെകുത്താൻ കൂടെ കൂടിയിരിക്കുക. അപ്പൊ ആ പ്രയോഗം കറക്റ്റ് ആണോ ഇല്ലെന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യർ പോയ ശേഷം അദ്ദേഹം കാണിക്കുന്ന ഒരു കളിയായിരിക്കാം ഇതെല്ലാം, അല്ലേ? അങ്ങനെയല്ലേ സാറിന് തോന്നണേ? അല്ല, സന്ദീപ് വാര്യർ പോയത് കൊണ്ട് അവിടെ പാലക്കാട് കഴിഞ്ഞ വർഷം ഇലക്ഷൻ ഉണ്ടായിട്ടുള്ള പരാജയം അവർക്ക് വലിയ അടി തന്നെയാണ്. അതെ, ഇപ്പോൾ 11 പേര് ഇങ്ങനെ പോവാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ എത്രമാത്രം പാലക്കാട് അവർക്ക് അതിന് വേണ്ടത്ര വിജയം ഉണ്ടാവോ ഇല്ലെന്നൊന്നും ഇനി വരുന്ന ഇലക്ഷനിൽ എന്തായാലും പറയാൻ പറ്റില്ല. കാരണം ഈ 13 പേരാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൗൺസിലർമാര്. അവരെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏരിയയിലാണ് BJP ശക്തിയുള്ളത്. ഈ ശക്തിയുള്ള ഏരിയയിലെ 13 കൗൺസിലർമാരെ വോട്ട് അവിടുത്തെ വോട്ട് പോയാൽ തന്നെ പോയില്ലേ? അടുത്ത ഇത് വരാൻ പോവാണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ സാറ് പറയുന്നത് ഇത് ആർക്ക് ഫലമായി തീരും? കോൺഗ്രസിന്? അവിടെ കോൺഗ്രസ് അത് കൊണ്ടുപോകും ഉറപ്പാണ്. സന്ദീപ് വാര്യർ അങ്ങനെ എഴുത്തള്ളേണ്ട ആളൊന്നുമല്ല. കൃത്യമായി പ്ലാൻ ചെയ്യാൻ കഴിവുള്ള ആളാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അവസാനം ചാടിയത് തീർച്ചയായും വലിയ തിരിച്ചടി ഈ മാറിയില്ലേ BJPക്ക്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ഭൂരിപക്ഷം നേടാൻ പറ്റിയില്ല, മാത്രമല്ല അവർക്ക് 5000-ഓളം വോട്ടിന്റെ പിന്നോട്ട് അടിക്കേണ്ടത്. 10,000 വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലത്ത് 5000 വോട്ട് താഴേക്ക് പോയി. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവര് തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചടി തന്നെയാണ്. അപ്പം അവിടെ 10-12 പേര് ഇപ്പോൾ ഉള്ളിൽ കിടക്കുമ്പോൾ കൂടുതൽ പുകയും, പുറത്ത് പോയാൽ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഉള്ളിൽ നിന്നുകൊണ്ട് പാര വെച്ച് നിൽക്കുമ്പോഴാണ് അപകടം. ഏതായാലും സംഘടനാ തലത്തിൽ പിന്നെ CPM-നേക്കാളും കോൺഗ്രസിനേക്കാളും ഒരുപടി മുന്നേ അവരുടെ ചില തീരുമാനങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. BJP അടുക്കം ചുറ്റിയുള്ള ഒരു പ്രവർത്തനത്തോടു കൂടി അവർ നീങ്ങുമെന്ന് തന്നെ കരുതാം. എന്തായാലും സംഘടനയല്ലേ, കേരളവുമാകുമ്പോൾ വിഭാഗീയത എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ ഉണ്ടാകും. നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ സാർ? അത്രയേ ഉള്ളൂ. കാരണം ഇനി 1.5 വർഷം. അതെ, അത് മാത്രമല്ല ഇനി CPM-ന്റെ ഇനി അടുത്ത കുറച്ച് 2 മാസമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു 5 മാസമേ ഉള്ളൂ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷൻ നടക്കാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം.